Lord. You praise the Lord. Praise the Lord. Yeah, this is the right time to start our session today. Okay? But our session is nice. How was it? How was it? How was the session? It was a good one. Good. നമ്മളെന്താ പഠിച്ചേ? The purpose. അല്ലേ? അതാണോ പഠിച്ചത്? ആണോ? The purpose of being in a church. അപ്പോൾ നമ്മൾ ചേർച്ചിൽ വരുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവും? What is the feeling that you have when you come to the church? Honestly, brother. Joy. You get peace. Okay. Honestly, you get peace. Okay. Then the emotions are like, what is the mood or what is the feeling that you have when you come to church? Girls, boys, funny. Joy, peace, satisfaction, okay? Love. Oh, love the Lord. Okay, good. So we have various kinds of emotions that comes when you come to church or spending time with the people of the Lord. Alle. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ഇന്നൊരു പാട്ട് പാടാൻ പോവാണ്. ആൾക്കാരുടെ ജോയ് ജോയ് ജോയ്. ഓക്കെ, ഇതൊരു അറിയുന്ന പാട്ടാണെന്ന് തോന്നുന്നല്ലേ? നമ്മുടെ സ്ഥിരം മീറ്റിംഗ്സിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്. നോട്ട് ജോയ് 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 അല്ല, വേറെ ജോയ്, ഒരു നീണ്ട ഒരു ജോയ്. ഓക്കെ, സോ നമുക്കതൊന്ന് പാടാം. ഓക്കെ, everyone ready? Ready now? Are you guys ready? Are you guys ready? Hey, Mara. Are you guys ready? Yes. Okay. I got the joy, 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 joy. I got the joy, 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 joy. പെട്ടെന്ന് ട്രെയിനിങ് ചെയ്താലോ? നമുക്ക് എത്രമാത്രം ജോയ് നീട്ടി പറയാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ മിക്സർ കേട്ടിട്ടില്ലേ? അവിടെ ഇരിക്കുന്ന സാധനം കേട്ടോ, മിക്സർ. ഈ മിക്സറിനകത്ത് ഒരു ഇതുണ്ട്, ഒരു സംഭവമുണ്ട്. ഈ കെയിൻ എത്രമാത്രം കയറുന്നോ ഇതിന്റെ കളർ മാറും. ഏതൊക്കെ കളർ ഉണ്ടെന്ന് അറിയാം? ഗേൾസിന് അറിയാം, ബോയ്സിന് അറിയാം. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ചുവപ്പ്. ഇതെന്താ പറയുന്നത്? പച്ചയാണ് എന്താ പറയുന്നത്? പച്ച എന്ന് പറയുമ്പോൾ ഓക്കെ കുറവാ, പക്ഷെ ഓക്കെ എന്ന് പറയും അല്ലേ? മഞ്ഞാണെന്ന് പറയാം. വെയിറ്റ് ആണ് ഇതിന്റെ അർത്ഥം. അതുപോലെ വെയിറ്റ് ഒത്തിരി പറഞ്ഞത് വെയിറ്റ്, പക്ഷെ കുഴപ്പമില്ല, പക്ഷെ പതുക്കെ സിനിമ റെഡാണെന്ന് പറഞ്ഞത് ചെടിക്കല്ലടിച്ചു കൊണ്ടുന്ന സൗണ്ട് ആണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നിവിടെ പാടുമ്പോ ആ മിക്സറിന്റെ റെഡ് കളർ എന്താണോ അത് ഇവിടെ എനിക്ക് കേൾക്കണം. അത് പറ്റുമോ? വീണ്ടും എനിക്ക് കുറെ ഉമ്മകൾ കിട്ടുന്നുണ്ട്. രാവിലെ കുറെ കിട്ടിയായിരുന്നു. പറ്റുമോ? യെസ് ഓർ നോ? പറ്റുമോ? യെസ്. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ജോയ് തരും. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരും. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം നീട്ടി ജോയ് പറയുന്നത് കേൾക്കണം കേട്ടോ. ഓക്കെ, 1 2 3 ജോയ്.
let's sing the song once again. I got the joy, 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 joy. I got the joy, 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 joy. God in my heart, God in my heart, God in my heart to stay, God in my heart to stay. God in my heart, God in my heart, God in my heart to stay, God in my heart to stay. I got the love, 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 love. I got the love, 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 God in my heart, God in my heart, God in my heart to stay, God in my heart to stay. God in my heart, God in my heart, God in my heart to stay, God in my heart to stay. I got the peace, 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 peace. I got the peace, 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 peace. God in my heart, God in my heart, God in my heart to stay, God in my heart to stay. God in my heart, God in my heart, God in my heart to stay, God in my heart to stay. That was wonderful. അപ്പോൾ ഇതേ എനർജിയോടെ നമ്മളിനി നമ്മുടെ അടുത്ത സെഷനിലൂടെ നമുക്കിരിക്കും. ഇതിൽ നിന്നങ്ങ് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വൈഫ് എന്നെ വിളിച്ചു. 12 വർഷമായിട്ട് തമ്മിൽ നല്ലവണ്ണം പരിചയപ്പെട്ട് ഇവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ പങ്കുവെച്ച് 12 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എത്ര വർഷത്തെ പരിചയമുണ്ട്? അപ്പോൾ അത് വളരെ ചെറിയ പരിചയമൊന്നുമല്ല. 12 വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചിലപ്പോൾ 10ാം ക്ലാസ് മുതലേക്ക് തന്നെ, 10ാം ക്ലാസ്സിന് മുൻപ് തന്നെ ഇവർ തമ്മിൽ മനസ്സ് തുറന്ന കാര്യങ്ങൾ സംസാരിച്ച് ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ്, പദ്ധതികൾ, എത്ര കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം, അതുപോലെ തന്നെ എവിടെ ജോലി ചെയ്യണം, ആൺകുട്ടിയുടെ ആഗ്രഹം, പെൺകുട്ടിയുടെ ആഗ്രഹം, ഇങ്ങനെ തുടങ്ങി സകലവും പങ്കുവെച്ചും മനസ്സ് തുറന്ന് വളരെ സന്തോഷത്തോടെ ജീവിച്ച് 12 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഭർത്താവും രണ്ടുപേരും മറ്റൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ ഈ ഭാര്യയെ ഈ ഭർത്താവ് വളരെ സൂത്രത്തിൽ നാട്ടിലോട്ട് വിട്ടു. ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. എന്താ 12 വർഷം വളരെ സന്തോഷത്തോടെ ഇത് ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞ് 3 വർഷം ഒരുമിച്ച് ജോലിയോടുള്ള ബന്ധത്തിൽ മറ്റൊരു രാജ്യത്തായിരുന്നു. പക്ഷെ ഭർത്താവിൻ്റെ രീതികൾ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഒരു സംശയം. നാട്ടിലോട്ട് പറഞ്ഞയച്ചു. നാട്ടിലോട്ട് പറഞ്ഞയച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഇവരൊരുമിച്ച് താമസിച്ചുകൊണ്ട് അവിടെ ഫാമിലിയായിട്ട് താമസിക്കാനുള്ള ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു രാജ്യത്തുള്ള ഒരു പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ കൂടെ താമസം തുടങ്ങിയതായിട്ടും അവർക്ക് ഓൾറെഡി ഒരു കുട്ടിയുള്ളതായിട്ടും ഈ സഹോദരി മനസ്സിലാകും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് വാട്സപ്പിൽ വളരെ കരഞ്ഞുകൊണ്ടൊരു 3-4 ഓഡിയോ ക്ലിപ്പ്. സാറേ, 12 വർഷം ഞാൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ശരിയായിട്ട് ഇയാളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് എൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ കല്യാണം കഴിക്കേണ്ട ആള് ഇതായിരുന്നില്ല, വേറെ ആരെങ്കിലും ആയിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അപ്പോൾ ഇവിടെ മക്കളുണ്ട്, പിന്നെ അവിടെ വേറെ മക്കളുണ്ട്, അദ്ദേഹത്തിന് വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവരവിടെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അപ്പം വർഷത്തിൽ 3 പ്രാവശ്യം ഈ പുള്ളിക്കാരി വന്ന് കാണുന്നു, മക്കളെ വന്ന് കാണുന്നു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. അവിടെ പോകുമ്പോൾ അവിടുത്തെ ഭാര്യയും മക്കളുമായിട്ട് ഇദ്ദേഹം സന്തോഷത്തോടെ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. ഹീസ് എ ബിലീവർ. ഒരു സഭയിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ കഥയാണ്, സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് അല്ലേ? എന്ന്
ഇവിടെയാണ് ദിസ് ഇസ് ദ ചാലഞ്ച് ബിഫോർ യു. ദൈവഹിതപ്രകാരമുള്ള ഒരാളെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? എൻ്റെ ഭാവി പങ്കാളി ഇതാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് വാട്ട് ദ ടോപ്പിക് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ രണ്ടാമത്തെ തീരുമാനം, ദ സെക്കൻഡ് മേജർ ഡിസിഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ടേക്ക് ഈസ് അബൌട്ട് ദ മാരേജ്. ദ ഫസ്റ്റ് വൺ ഈസ് receiving Jesus Christ as your own personal savior. That is the first decision that you are going to take, but that you already took. But the second decision you are going to take is, who is my life partner in my marriage? എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാവി പങ്കാളി ആരാണ് എന്നുള്ളതാണ്. ഒരു 20,000 രൂപയുടെ മൊബൈൽ വാങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? ഇപ്പൊ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഒരു മൊബൈൽ വാങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്? കാശ് മമ്മി തരും. കാശ് മമ്മി തരും. കടയിൽ പോയി 20,000 രൂപയുടെ ഫോൺ തരണേ എന്ന് പറഞ്ഞ് വാങ്ങുമോ? ഫോണിനെ കുറിച്ച് ചിന്തിക്കും. ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 10-25 ഫോണുകളുണ്ട്, കമ്പനിയുടെ ഫോണുകളുണ്ട്. അതിലേത് വേണമെന്ന് എങ്ങനെ ചിന്തിക്കും? സ്റ്റോറേജ്, ക്യാമറ ക്വാളിറ്റി, പിന്നെ സ്പേസ്, വേറെ ഏതാ? ബഡ്ജറ്റ് ഓൾറെഡി 20,000 രൂപ പറഞ്ഞു. മറ്റുള്ളവർ ഇത് ഉപയോഗിച്ചപ്പോൾ എങ്ങനെയായിരുന്നുവെന്ന് അവർ അതിന്റെ റിവ്യൂസ്, വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ സോഫ്റ്റ്വെയർസ് എങ്ങനെയുണ്ട്, ഇതിന്റെ സാധ്യതകൾ എങ്ങനെയുണ്ട്, ഇതിന്റെ അപ്ഡേറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെ തുടങ്ങി പലതും നിങ്ങൾ ചിന്തിക്കും. എത്ര ദിവസം എടുക്കും ഏറ്റവും കുറഞ്ഞത്? നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾ വാങ്ങിച്ച പർച്ചേസ് ചെയ്ത മൊബൈല്, ഏത് മൊബൈൽ വേണമെന്ന് തിരഞ്ഞെടുക്കാൻ എത്ര സമയം എടുത്തു? എത്ര നാളുകൾ എടുത്തു? 2 to 3 വീക്സ്. മന്ത് എന്നാണോ പറഞ്ഞത്? വീക്സ്. 2 മുതൽ 3 ആഴ്ച വരെ എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പല മേഖലകൾ അന്വേഷിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും. ഒരു കാർ വാങ്ങാൻ ഞാൻ 2-3 വർഷം എടുത്തു ഇതിലേത് കാർ വാങ്ങണമെന്നുള്ളത്. കാരണം കാറുകൾ തന്നെ ഒരു 100 കണക്കിനുണ്ട്. അപ്പം നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് ഒരു കാർ തിരഞ്ഞെടുക്കും. ഇപ്പം മൊബൈലിൻ്റെ കാര്യം എടുക്കാൻ 2-3 ആഴ്ചകൾ കൊണ്ട് തീരുമാനിക്കും. 2-3 ആഴ്ചകൾ കൊണ്ട് തീരുമാനിച്ച് എടുക്കുന്ന ആ മൊബൈൽ എത്ര വർഷം നമ്മൾ ഉപയോഗിക്കും? മാക്സിമം 3 or 4, മാക്സിമം 5 years. 5 വർഷം ഉപയോഗിക്കേണ്ടതിന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എടുക്കുന്ന സമയം മാക്സിമം 3 weeks or 4 weeks. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ എത്ര സമയം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്? Till the death, not even till the death, after your life, your children is here. So the next generation, it is related with the next generation. അടുത്ത ജനറേഷൻ ഉൾപ്പെടെ ഈ ഭൂമിയിൽ സ്വസ്ഥവും സമാധാനത്തോടും കൂടെ ജീവിക്കുന്നത് നിങ്ങളുടെ ഒരൊറ്റ തീരുമാനം കാരണമാണ്. ദെൻ അപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എത്ര നാളെടുക്കണം? ഇപ്പൊ എത്ര നാളാണ് എടുക്കുന്നത്? ഇപ്പോഴത്തെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കല്യാണം കഴിഞ്ഞവരുടെ കഥകൾ കേൾക്കുമ്പോൾ എത്ര 6 months ഒക്കെ എടുക്കുന്നുണ്ടോ? ഈ 6 months 6 മാസം കണ്ടിന്യൂസ് ഇരുന്ന് ചിന്തിച്ച് ഏത് വേണമെന്നൊക്കെ ചിന്തിച്ച അവസാനം എത്ര? ഫ്യൂ ഡേയ്സ്. ഇപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഭാവിയിൽ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ?
അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്താണിത്, എന്തുകൊണ്ട് ഇത് വഴിതെറ്റി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നമ്മുടെ സകല മേഖലകളെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിലെ ഒരു വാക്യമാണ് ഹീബ്രൂസ് ചാപ്റ്റർ 13:4. വായിച്ചോ, ഹീബ്രൂസ് ചാപ്റ്റർ 13:4. വിവാഹം എല്ലാവർക്കും മാന്യം. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉൾപ്പെടും? എല്ലാവരിനകത്ത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന മലയാളികൾ, വേറെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മറ്റു ലാംഗ്വേജിലുള്ളവർ, വേറെ മിക്കവാറും എല്ലാ സഭകളും വേറെ പാരൻസ്, എല്ലാവർക്കും മാന്യം. ഓക്കെ, പാരൻസ്, വേറെ. അതായത് ശ്രദ്ധിച്ച് കേട്ടോണം, ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും വിവാഹത്തെക്കുറിച്ച് ദൈവം പറയുന്നത് മാന്യമായിരിക്കണമെന്നാണ്. ഈവൻ നോട്ട് ഇറ്റ് ഈസ് ഫോർ ദ ക്രിസ്ത്യൻ. വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഏത് വിവാഹത്തെയും, മുസ്ലിങ്ങളുടെ വിവാഹത്തെ ആകട്ടെ ക്രിസ്ത്യൻസിൻ്റെ വിവാഹത്തെ ആകട്ടെ, ഏത് വിവാഹത്തെയും ദൈവം മാനിക്കുന്നുണ്ട്, മാന്യമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം എടുക്കാം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹം മാന്യമായ വിവാഹമായിരിക്കണം. അപ്പം മാന്യതയില്ലാത്ത വിവാഹവും ഉണ്ട്. ഓണറബിൾ ആയിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുമുണ്ട്. ജെനസിസ് ചാപ്റ്റർ 2:18 വായിച്ചോ. ജെനസിസ് ചാപ്റ്റർ 2:18. ഐ വിൽ മതി. ദൈവം പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല. അടുത്ത ഞാൻ ആർക്ക്? ഞാൻ അവന് തക്കതായ തുണ. അതായത് ഇത് മനുഷ്യന്റെ മനസ്സിൽ തോന്നിയ ആശയമേ അല്ല. ദ മാരേജ് ഈസ് ദ ഐഡിയ ഈസ് നോട്ട് കമ്മിങ് ഫ്രം ദ ബ്രെയിൻ ഓഫ് മാൻ. സർവജ്ഞാനിയായ ദൈവത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോവുകയാണ്. സോ ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഈ ഗോഡ്സ് പ്ലാനിനകത്തോട്ട് പോകണോ ഗോഡ്സ് പ്ലാനിന്റെ പുറത്തോട്ട് നിൽക്കണോ? വിച്ച് ഈസ് ബെസ്റ്റ്? So most of the time we feel that I don't want to get married, but God is telling this is my plan and we have another plan. I don't want to get married. I don't feel like to marry. എനിക്ക് കല്യാണം കഴിക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നത് ശരിയാണോ? അവിടെ രണ്ട് കുട്ടികൾ ഇരിക്കുന്നു, കൊച്ചുകുട്ടികൾ. അവരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാണ്, എനിക്കിന്ന് കൊച്ചു പിള്ളേരുടെ, നമ്മളെല്ലാവരും പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഈ പിള്ളേരെ പോലെ ആയിരുന്നു. ഇപ്പം അവരിയ്ക്കുന്നുണ്ടോ? ഏഞ്ചലിനെ പോലെ രണ്ടുപേരും. അവരങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ കാരണം അവർ രാവിലെ എഴുന്നേറ്റപ്പോൾ ചർച്ചിൽ പോകണം, അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നൊന്നും അവർ തീരുമാനിച്ചതല്ല. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുണ്ട്. ഏതാണ്? വീട്ടിലിട്ടിരിക്കുന്ന അതേ ഡ്രസ്സായിരിക്കും അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ. ഈ പ്രായത്തിൽ പിള്ളേർ രാവിലെ എഴുന്നേറ്റോടെ എനിക്ക് പല്ല് തേക്കണം. എവിടെ മമ്മി ബ്രഷ്? പറയോ? അവർ പറയും എനിക്കിപ്പോൾ പല്ല് തേക്കാൻ തോന്നുന്നില്ല. ഉടനെ നമ്മൾ പറയണം, നിനക്ക് തോന്നുമ്പോൾ പല്ല് തേച്ചാൽ മതി. അങ്ങനെ പറയോ? എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പല്ല് തേക്കാൻ. ഐ ഡോണ്ട് ഫീൽ ടു ഗെറ്റ് ബാത്ത്. എനിക്ക് ഇപ്പോൾ കുളിക്കാൻ തോന്നുന്നില്ല. നിനക്ക് തോന്നുമ്പോൾ കുളിച്ചാൽ മതി. നിനക്ക് പരീക്ഷ, നാളെ പരീക്ഷയാണ്. അപ്പം മമ്മി ഒന്ന് ചോദിക്കുകയാണ്, നാളെ പരീക്ഷയില്ല, പരീക്ഷയ്ക്ക് പോകാൻ തോന്നുന്നില്ല. തോന്നുന്നില്ല, കുഴപ്പമില്ല, അവിടെ ഇരുന്നോ, തോന്നുമ്പോൾ പോയാൽ മതി. പറയോ? നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഭയങ്കര വേദനയാണ്, ഉടനെ മമ്മി പറയുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് കൂടെ പെട്ടെന്ന് തോന്നുന്നില്ല. അവസാനത്തെ തോന്നലായിരിക്കും അത്.
നമ്മൾ പലപ്പോഴും നമ്മുടെ തോന്നലുകൾക്കനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വരത്തില്ലായിരുന്നു. നമുക്ക് പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ? സ്കൂളിൽ പോകാൻ തോന്നിയിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് പോകാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. അന്നെല്ലാം നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് പാരന്റ്സ് കണ്ണുരുട്ടി കാണിച്ച് ബഹളം ഉണ്ടാക്കി പോടാ ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞ് വിരട്ടി വിട്ടത് കൊണ്ടാണ്, പേടിപ്പിച്ച് വിട്ടത് കൊണ്ടാണ് നൗ വി ആർ ഹിയർ. അപ്പൊ ഇത് ഈ ഹ്യൂമനിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് തോന്നുന്നില്ല, പക്ഷെ ദൈവത്തിന് തോന്നുന്നു. ദൈവത്തിന്റെ മനസ്സിൽ വന്ന കാര്യമാണ്. ആദം ഒറ്റയ്ക്കിരിക്കുന്ന നന്നല്ല. ഇനി ആ വാക്യം സ്വന്തം പേര് ചേർത്ത് എല്ലാവരും വായിക്കാൻ തുടങ്ങുകയാണ്. ഒന്നുകൂടെ വായിച്ചോ. Then God said it. വായിച്ചോ. മാനിന് പകരം കല്യാണം കഴിഞ്ഞോ? സ്വന്തം പേര് ചേർത്ത് വായിര. വായിച്ചോ. പേടിക്കൊന്നും ഞാൻ, ഇന്നൊന്നും കല്യാണം നടക്കത്തില്ല. മനസ്സിലെ സന്തോഷം കണ്ടോ? അടുത്തത് ഹൂം. അത് പേര് ചേർത്ത് ഒന്നുകൂടെ വായിരും. ഫുള്ള് പേര് വരട്ടെ. അതിന്റെ ആ ഒരു പേഴ്സണൽ ഇത് മനസ്സിലായോ? മോളെ വായിച്ചോ. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ദൈവം വായിച്ചോ. അത് ഒരു നാണവും കാണിക്കണ്ട. ബൈബിൾ വായിക്കുന്നതിന് എന്തോ നാണം ഇരിക്കുന്നത്? കല്യാണം കഴിഞ്ഞില്ലല്ലോ. വായിച്ചു. കല്യാണം കഴിഞ്ഞവരാരും വായിക്കരുത്. ഞാൻ പറഞ്ഞാൽ പോലും വായിച്ചു കളയരുത്. എന്നാ ഓൾറെഡി കഴിഞ്ഞു. ഗാർഡനിൽ കൊണ്ടുപോയിട്ടു. നല്ല കാര്യം. വേറെ എവിടെ ചിന്തിച്ചിരുന്നെന്ന് തോന്നുന്നു. 2:18 2:18. Jerin to be alone. That means, see, God is telling that you need a helper. That means, are you weaker or perfect? Are you weaker or stronger? You are weaker. That's why God is telling that I will make a suitable helper. See, we feel that I am okay, but God is telling you are not okay. You are weak. ഇതാണ് ഈ ഹ്യൂമനിസം പറയുന്നതാണ്. എന്തോന്നറിയാമോ? You are strong. But God is telling you are weak. You need a person you to become strong. ഇവിടെ എല്ലാം അറിയാതെ നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, എനിക്ക് ഒരു ജോലിയുണ്ട്, എനിക്കൊരു ശമ്പളമുണ്ട്. അപ്പൊ ദൈവം പറയുകയാണ്, യു ആർ വീക്ക്. You have Garden of Eden, you have a job, you have a special place, and you have a position, but still you are weak. ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ജോലി ഏതാണ്? ബൈബിളിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ജോലി കിട്ടിയത് ആർക്കെന്നറിയാമോ? In Bible, who got the best job recorded in the Bible? ആർക്ക്? കോരഹപുത്രന്മാർക്ക്. ആദമിന്, വേറെ ആർക്കും അല്ല. ദൈവം നേരിട്ട് കൊണ്ടുപോയി നിർത്തുക. എടാ, ഇതാണ് നിന്റെ ജോലി. സന്തോഷം. എന്തൊക്കെ ചെയ്യണം? ഇന്നതൊക്കെ ചെയ്യണം. ജോലി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ജോലി എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനുള്ള റിവാർഡായിട്ട് ഇതിലെല്ലാം നിനക്ക് ഉപയോഗിക്കും, ഇതെല്ലാം നിനക്ക് സ്വന്തമാണ്. ഇതിനേക്കാളും ബെസ്റ്റ് ജോലി എവിടെയുണ്ട്? ഇതെല്ലാം കിട്ടിയിട്ട് ദൈവം പറയാണ്, സ്റ്റിൽ യു ആർ വീക്ക്. See what we think. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് എനിക്ക് അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ, അപ്പോഴത്തേക്ക് ഞാൻ സ്ട്രോങ് ആയി. നീ ഇല്ലെങ്കിലും, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയോ, എനിക്ക് നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ജോലിയുണ്ട്. അച്ഛൻ പോകുന്നെങ്കിൽ പൊയ്ക്കോ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നോക്കിയ പാർട്ടിയാണ് ദൈവം നോക്കിയിട്ട് പറയാണ്, യു നീഡ് സ്യൂട്ടബിൾ ഹെൽപ്പർ. So in this age, God is telling to you that you need suitable helper.
ഇത് നമുക്ക് തോന്നുന്നതല്ല. ഈ നമുക്ക് ഹെൽപ്പർ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞേ. നമ്മൾ ഹെൽപ്പറിനെ കണ്ടെത്തും. സി, നമുക്ക് ഹെൽപ്പറിന് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഹെൽപ്പറിനെ കണ്ടെത്തും. ദൈവത്തിന് ഹെൽപ്പർ നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ ദൈവം നമുക്ക് തരും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. If we feel that I need a helper, we definitely find that may not be a suitable helper. മോൾക്ക് suitable helperനെ വേണോ വേണ്ടയോ? ആര് പറഞ്ഞു? Who said? കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് അടുത്ത് എന്തോ ചെയ്യണം? ചോദിക്കണം. എന്തോ ചോദിക്കണം? ഹെൽപ്പർ വേണമെന്ന് ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞു. What is next? So from the age of 15, 15 വയസ്സ് മുതൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടിയിരുന്നത്, ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് മുതൽ ചെയ്തു തുടങ്ങണം. എന്തെന്നറിയാമോ? ദൈവമേ, എനിക്ക് വേണ്ടി സ്യൂട്ടബിൾ ഹെൽപ്പർ എവിടെയോ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലേ? എടാ ഇതിപ്പോ മോൾക്കിപ്പോ എത്ര വയസ്സായി? 18. അപ്പോൾ ഒരു 25 വയസ്സ് ആയോ? വെറുതെ പറയുന്നതേ ഉള്ളൂ. നാളെ മുതൽ 25കാരനെ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഒരു 25 വയസ്സായിട്ടുള്ള ആരോ എവിടെയോ എന്ത് ചെയ്തിട്ടുണ്ട്? സോ വാട്ട് ഈസ് യുവർ പ്രയർ? എന്തായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്? വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് യുവർ പ്രയർ? ദൈവമേ, റൈറ്റ് ടൈം ദൈവം തന്നോളും. നമ്മൾ അയാൾക്ക് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കണം? കർത്താവേ, അദ്ദേഹം ദൈവത്തെ അനുസരിക്കുന്ന ആളായിട്ട് ജീവിക്കാൻ സഹായിക്കണേ. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴേ ഇത് പ്രയറിന്റെ സപ്പോർട്ട് വേണം. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് നല്ല പാർട്ടികൾ പ്രാർത്ഥിക്കണോ വേണ്ടയോ? ഇപ്പൊ എത്ര വയസ്സായി? 20. അപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരു ഉദ്ദേശമാണ്. നാളെ മുതൽ 10ാം ക്ലാസ്സിലെ പിള്ളേരെ നോക്കി നടക്കരുത്. ഒരു ഉദാഹരണം പറയുകയാണ്. അല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പോൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. ദൈവമേ, 10ാം ക്ലാസ്സിലായിരിക്കും മിക്കവാറും ദൈവം എനിക്ക് തരാൻ പോകുന്ന ആൾ. നല്ലവണ്ണം പഠിച്ച് ദൈവത്തിന് ഭക്തിയുള്ള കുട്ടിയായി വളർന്നു വരാൻ ദൈവമേ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴേ പ്രൊട്ടക്ഷൻ പ്രയർ കൊടുക്കണോ വേണ്ടയോ? നമ്മൾ പ്രൊട്ടക്ഷൻ പ്രയർ കൊടുക്കാത്തോണ്ടാ വേറെ ആരെങ്കിലും ലവ് ലെറ്ററുമായിട്ട് അവളുടെ ബാക്കിൽ നടക്കുന്നേ. ഇവിടെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ദൈവം ഇങ്ങനെ സ്വർഗത്തുനിന്ന് നമുക്ക് 18 വയസ്സാകുമ്പോൾ ദാ വരുന്നു ആള്. ഈ മന്ന ഇട്ടതുപോലുള്ള പരിപാടി അല്ല ഇത്. മന്ന സ്വർഗത്തുനിന്ന് ഇട്ടതുപോലെ അല്ല ഇത്. ഷീസ് ഓൾറെഡി ദെയർ, ഹീസ് ഓൾറെഡി ദെയർ. ബട്ട് വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി? ഞാൻ പറഞ്ഞ മനസ്സിലായ മോളെ? നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അവസാനം അബദ്ധം പറ്റുന്ന ആർക്കാണ്? നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇന്നു മുതൽ തന്നെ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. അപ്പൊ അടുത്ത ഇതിലോട്ട് പോവുകയാണ്. 1:28, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. ജെനസിസ് 1:28. മതി. രണ്ട് മക്കൾ കം 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 യു ബോത്ത് കം കം. രണ്ടുപേരും ഓടിയോ? വരുന്നുണ്ടാ പിള്ളേര്? ശ്രദ്ധിച്ച് കേട്ടോണം. ഇങ്ങോട്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ആണോ അല്ലയോ? ശ്രദ്ധിച്ച് കേട്ടോണം. ഇവരുടെ പപ്പയും മമ്മിയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. ആരോട് പറയുന്നു? ആദമിനോടും ഹവ്വയോടും പറയണം നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. അവിടെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നാലോചിച്ച്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗാഡ് on that commandment? The first commandment to the family is to multiply. So what is the purpose? ദൈവം പറയാണ് നിങ്ങൾ സന്താനുഷ്ഠിയുള്ളവരെ പെരുക. അതായത് നിങ്ങളുടെ മക്കളെല്ലാം ഈ ഭൂമി നിറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് പിശാച് ഷൂട്ട് ചെയ്തത്. നിങ്ങളിലൂടെയും പിശാച് ശ്രമിക്കുന്ന അതാണ്. ലോകത്തിലെ സകല ഫാമിലിയിലൂടെയും ശ്രമിക്കുന്നതാണ്. എന്താണ് ദൈവം ആഗ്രഹിച്ചത് അതിലൂടെ? നിങ്ങൾക്ക് അറിയാമെന്നങ്ങ് പറഞ്ഞോ. എന്തുത്തരം വേണമെങ്കിലും പറയും. ഇത് നമ്മുടെ ക്ലാസ്സാണ്. പെട്ടെന്ന് പറഞ്ഞോ. ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുക എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിച്ചത് എന്താണ്?
മക്കളെ ഭൂമിയിൽ മുഴുവൻ മക്കളാകുക. വേറെ എന്തെങ്കിലും ഒന്നുകൂടെ ആലോചിച്ചിട്ട്. കമോൺ കമോൺ. നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചറൈസ് ചെയ്യുക. ദൈവം ആദമിനെ ഹവ്വയും പിടിച്ചു നിർത്തിയിട്ടാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. ഈ അപ്പോഴും പാപമില്ല, ആ ഭൂമിയിൽ പാപമില്ല. ശ്രദ്ധിച്ചു കേട്ടണം. ഈ ആദവും ഹവ്വയും ഇപ്പോൾ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ആഡം ആൻഡ് ഈവ്? ആദം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവരോട് പറയാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുക. ഇനി പറഞ്ഞ അർത്ഥം യെസ്, യു ആർ റൈറ്റ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള മക്കളെ കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഭൂമിയെ നിറയ്ക്കണം. അതായത് ഭൂമി മുഴുവൻ കൊച്ചു ക്രിസ്തുവിനെ പോലെ ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട്, കൊച്ചു ക്രിസ്തുക്കളായിട്ട് ഭൂമി മുഴുവൻ എവിടെ നോക്കിയിരിക്കാലും വിശ്വാസികൾ. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു ഇത് ബസിക് ഏരിയയിലെല്ലാം വിശ്വാസികൾ, സ്കൂളിൽ പോയാലെല്ലാം വിശ്വാസികൾ. സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല അല്ലേ? ദൈവം പ്രതീക്ഷിച്ച അതല്ലേ? അതാണ്. അപ്പൊ ദൈവം പ്രതീക്ഷിച്ചത് ദൈവത്തിന്റെ സ്വഭാവമുള്ളവരെ കൊണ്ട് ഭൂമി നിറയ്ക്കുക. ദൈവത്തിന്റെ സ്വഭാവമുള്ളവരെ കൊണ്ട് ഭൂമി നിറയ്ക്കുക. അവിടെയാണ് പിശാച് ഷൂട്ട് ചെയ്തത്. പിശാചിന്റെ സ്വഭാവമുള്ളവരെ കൊണ്ട് ഭൂമി നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് കുറച്ചു പേര് ഇപ്പോഴും ദൈവത്തെ അറിയുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ഞങ്ങൾ കല്യാണമൊന്നും കഴിക്കുന്നില്ല ദൈവമേ, പിശാചിന്റെ മക്കൾ കൊണ്ട് നിറഞ്ഞോട്ടെ ഇവിടെ. അതിന്റെ സീരിയസ്നെസ് മനസ്സിലായോ? ഇവിടെ ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ നമ്മൾ ആദ്യം ഇവരെ കാണുമ്പോൾ അറിയാം പപ്പയുടെയും മമ്മിയുടെയും 23 ക്രോമസോൺ 46 ക്രോമസോണാണ് നിൽക്കുന്ന പാർട്ടികൾ രണ്ടും. ഇവരെ കാണുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഇവരുടെ പപ്പയും മമ്മിയാണ്. നമ്മൾ പറയും ഇവരെ കാണുമ്പോൾ നല്ല കുട്ടികൾ, അവരെ വളർത്തി അവരുടെ പപ്പയും മമ്മിയും. കണ്ടില്ലേ ചിരി? നമ്മൾ അവരെ കാണുമ്പോൾ അവരുടെ പപ്പയും മമ്മിയും ഓർക്കും. നിങ്ങൾ ദൈവഹിതപ്രകാരമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ജനങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ ഓർക്കണം. പക്ഷെ നമ്മൾ എന്ത് പറയുന്നത്? എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ ആര് ജയിച്ചു? പറഞ്ഞേ. അതായത് ദൈവത്തിന്റെ മിഷന് തടസ്സമാണ് വിവാഹം കഴിക്കാതിരിക്കുക. ഇത് ഗൗരവമായ വിഷയമാണ്. ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത്, അല്ലെങ്കിൽ ഇവർ പോകത്തില്ല. നല്ല പിള്ളേര്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? ഗോഡ് ഹാസ് എ മിഷൻ ത്രൂ യുവർ ഫാമിലി ലൈഫ്. അതുകൊണ്ട് ആരെങ്കിലും കല്യാണം കഴിച്ചതുകൊണ്ട് ഈ മിഷൻ നടപ്പിലാകണമെന്നില്ല. ആ മിഷന് വേണ്ടി തയ്യാറാക്കുകയാണ് നിങ്ങളെ. നിങ്ങളുടെ ജോലി പോലും നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ടയർഡ് ആവും. പക്ഷെ ഫാമിലി ലൈഫിൽ റിട്ടയർമെന്റ് ഇല്ല. അതായത് നിങ്ങൾ ജോലിക്ക് വേണ്ടി പോലും 20 വർഷം പഠിക്കുകയാണ്. നിങ്ങൾ 60 വയസ്സ് വരെ ചെയ്യേണ്ട ജോലിക്ക് 20 വർഷം പഠിക്കുമ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരുടെ കൂടെ ജീവിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഗൗരവമായ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് മാന്യതയുള്ളതാണ്. ഇതൊരു ശുശ്രൂഷയാണ്. ഓൾവേസ് റിമെമ്പർ, ദിസ് ഇസ് എ മിനിസ്ട്രി. ബട്ട് ഫാമിലി ലൈഫ് ഈസ് എ മിനിസ്ട്രി. പലപ്പോഴും അങ്ങനെ ആരും ചിന്തിക്കാറില്ല. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. അല്ലെങ്കിൽ ദൈവം പറയാ, ഞാൻ നിനക്ക് തക്കതായ തുണയെ തരും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഫാമിലി ലൈഫ് എന്നുള്ള മിനിസ്ട്രിയിലോട്ട് വിളിക്കുകയാണ്. മിനിസ്ട്രി ചെയ്യാൻ താല്പര്യമുള്ളവർ കൈവയ്ക്കുകയോ? മിനിസ്ട്രി ചെയ്യാൻ താല്പര്യമുള്ളവർ കൈവക്കാൻ. ഏത് മിനിസ്ട്രി ആയിക്കോട്ടെ, ഫാമിലി ലൈഫിന്റെ മിനിസ്ട്രി അല്ല, ഏത് മിനിസ്ട്രി. ദൈവത്തിന്റെ മിനിസ്ട്രി ചെയ്യാൻ താല്പര്യമുള്ളവർ കൈവയ്ക്കുക. താല്പര്യമില്ലേ? Do you have desire to work for the Lord? Then raise your hand. നോക്കട്ടെ, ഡിസയർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഇതിനകത്ത്? Do you have desire to work for the Lord? Yes. അത് ഏത് രീതിയിലുമാകാം. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചിലരെ കുടുംബജീവിതത്തിലൂടെ ദൈവം നടത്തുന്നു.
അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണം, അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദിസ് ഇസ് ദ മിസ്റ്ററി. ഇത് മർമ്മമാണ്. ആളുകൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവമക്കൾക്ക് മനസ്സിലാവും. എന്താണ് മർമ്മം? ക്രിസ്തുവും സഭയെയും കുറിച്ചുള്ള മർമ്മമാണ്, ലോകത്തെ അറിയിക്കാനുള്ള മർമ്മമാണ് കുടുംബജീവിതം. ക്രിസ്തുവും സഭയുമുള്ള സ്നേഹബന്ധം, എങ്ങനെയാണ് ക്രിസ്തു സഭയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്, ഇത് ലോകത്തെ അറിയിക്കാനുള്ള ബെസ്റ്റ് മാർഗം എന്നുള്ള കുടുംബജീവിതമാണ്. വിവാഹ ജീവിതത്തിലൂടെയാണ് ദ ബെസ്റ്റ് ഗോസ്പൽ മിനിസ്ട്രി ഈസ് ഫാമിലി ലൈഫ്. എന്നാൽ ഇന്ന് ഫാമിലി ലൈഫിൽ കൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ഇല്ലാതാക്കുന്നത്. ഈ വഴക്ക് കൂടാൻ തന്നെ കല്യാണം കഴിക്കുന്ന ചിലരുണ്ട്. വഴക്കൂടാനും അടികൂടാനും പോലീസ് സ്റ്റേഷനിൽ കയറാനും കോടതി പോകാനും വേണ്ടി കല്യാണം കഴിക്കുന്ന ചിലരുണ്ട്. ഇവിടെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നറിയോ? ഇങ്ങനെയുള്ള വഷളത്വത്തിൻ്റെ നടുവിൽ ഞാൻ ധൈര്യത്തോടെ നിന്ന് കല്യാണം കഴിച്ച് സാക്ഷിയാവും. ദിസ് ഇസ് ദ ചലഞ്ച്. ഇപ്പൊ പഴയ ജനറേഷൻ ആളുകൾക്ക് മൊബൈൽ ഇഷ്ടമാണോ? ഇപ്പൊ ഇഷ്ടമാണ്. എന്നാലും ഈ പഴയ ആളുകൾക്ക് എയും വല്ല ഇഷ്ടമുണ്ടോ? ഇല്ല. അവർക്ക് പഴയ ടൈപ്പ് മറ്റേ അനലോഗ് ഫോണായിരിക്കും ഇഷ്ടം. നമുക്കാണ് ടച്ച് ഫോൺ. വോയിസ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം എല്ലാം അങ്ങനെയുള്ള ഭയങ്കര ഇതായി കഴിഞ്ഞു. അപ്പം അവർക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിനേക്കാളും നമ്മളത് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചാൽ പോരെ, അല്ലേ? സോഷ്യൽ മീഡിയയെക്കുറിച്ച് സ്ഥിരം ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പറയും. പക്ഷേ സോഷ്യൽ മീഡിയക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഞാൻ പെട്ടെന്ന് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. കല്യാണം കഴിച്ചാൽ എന്തൊക്കെയാണ് ഗുണം? പിന്നെ 4-5 പിള്ളേരായി, പിന്നെ ഒരു വീട് വെച്ചു, വേറെ എന്താണ് ഗുണം കല്യാണം കഴിച്ചാൽ? ഇപ്പൊ അല്പം മനസമാധാനം ഉണ്ട്. നൗ യു ഹാവ് അങ്ങനെയാണ്. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ആദം ആദ്യമായിട്ടും അവസാനമായിട്ട് നല്ലവണ്ണം ഉറങ്ങിയത് എപ്പോഴെന്നറിയാമോ? ഭാര്യയെ കിട്ടുന്നതിന് മുമ്പ്. ശരിയല്ലേ? വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ്? കല്യാണം കഴിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സപ്പോർട്ട് കിട്ടും. വെരി ഗുഡ്. സപ്പോർട്ട് വേണം, നമുക്ക് വേണം സപ്പോർട്ട്. വേറെ എന്തോ? കമ്പാനിയൻഷിപ്പ്. വേറെ നിങ്ങൾക്ക് നല്ല ഫ്രീഡം കിട്ടും. ഓർത്ത് വെച്ചോണം. സാധാരണ ഉള്ള തെറ്റിദ്ധാരണ എന്ന് പറയും പെൺപിള്ളേരുടെ ഫ്രീഡം കുറയുമെന്നാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. നേരെ തിരിച്ചാണ്. കല്യാണം കഴിക്കുമ്പോഴാണ് ഫ്രീഡം കിട്ടുന്നത്. ഇഷ്ടമുള്ളതുപോലെ പുള്ളിയുടെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, വണ്ടി നിർത്താൻ പറഞ്ഞാൽ പുള്ളി നിർത്തും, വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ വാങ്ങിച്ചു തരും. ഇപ്പോഴതൊന്നും നടക്കത്തില്ല. കല്യാണം കഴിഞ്ഞ് ആൻറ്റിമാരുടെ ചോദിച്ചാൽ മതി. പിന്നെ പുരുഷന്മാർക്ക് സാധാരണ ഉള്ള സ്വാതന്ത്ര്യം കുറയുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പേടിക്കൊന്നും ചെയ്യണ്ട, അതൊരു തമാശയ്ക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ഒന്ന്, ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഞാൻ വിവാഹ ജീവിതം കഴിക്കുന്നതിലൂടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളുടെ ഈ പഠന കാലയളവ്. ജോലിയേക്കാൾ പ്രധാനമാണ് വിവാഹം. മറന്നുപോരുത്. ജോലിയേക്കാൾ പ്രധാനമാണ് വിവാഹ ജീവിതം. ഇപ്പൊ ജോലി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ജോലി ചെയ്യണം. ജോലി നിങ്ങളുടെ വിവാഹ ജീവിതത്തിനുള്ള സപ്പോർട്ടായിരിക്കണം. ക്ലിയർ? അതായത് നിങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നതിനുള്ള സപ്പോർട്ടാണ് ഏത്? നിങ്ങൾക്കുള്ള ജോലി, തൊഴിൽ മേഖല. അങ്ങനെ വേണം റീതിങ്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല, പ്രൊവൈഡ് കമ്പാനിയൻഷിപ്പ് ആൻഡ് സപ്പോർട്ട്. നേരത്തെ പറഞ്ഞു ആരോ. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. നമുക്കൊരു ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരാൾ വേണം. അടുത്തത് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് അക്കൗണ്ടബിലിറ്റി. സ്പിരിച്വൽ ഗ്രോത്തിന് ഇതിനേക്കാളും പറ്റി വേറൊരാളുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും. അത് കല്യാണം കഴിഞ്ഞവർക്ക് അറിയാവും. ഞങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ അത് നല്ല ഗ്രാഫ് മുന്നോട്ട് പോയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതങ്ങനെയാണ്. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിലുണ്ടല്ലോ, ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ ഗ്രാഫ് തന്നെ അങ്ങ് കയറിപ്പോകും. 4, എ ഫൗണ്ടേഷൻ ഫോർ റൈസിങ് ചിൽഡ്രൻ. എന്നാൽ ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ സന്താനപുഷ്ടിയുള്ളവരെ പെരുകുക. അത് കല്യാണം കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ലോകത്തിന് പല സംവിധാനങ്ങളുണ്ട്. അത് ഈ ദൈവം നൽകിയ സംവിധാനത്തെ തകർക്കാനാണ്. നമുക്ക് ഒരൊറ്റ ജീവിതമുള്ളൂ, ആണോ അല്ലയോ? വി ഹാവ് ഓൺലി 1 ലൈഫ്.
ഈ ലോകത്തിന്റെ കൾച്ചർ അനുസരിച്ച് പോകുന്നതിനേക്കാളും നല്ലത് ദൈവത്തിന്റെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളതിന് തർക്കം പോലും വരേണ്ട കാര്യമില്ല. അത്രയും പ്രാധാന്യമുള്ളത് തന്നെയാണിത്. അടുത്തത് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി. വായിച്ചോ, പ്രോവർബ്സ് ചാപ്റ്റർ 18:22. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. ഞാൻ ഇതിന്റെ പവർ പോയിന്റ് വേണമെങ്കിൽ ഇവിടെ അങ്കിളുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാം. പ്രോവർബ്സ് 18:22. നിങ്ങളുടെ ആത്മീക ജീവിതത്തിനും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനൊക്കെ അതാ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം ഇതെല്ലാം ആവശ്യമാണെന്ന്. അതുകൊണ്ട് ദൈവം തന്നെ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ അടുത്ത കാര്യം എന്നുള്ളത്, ആറാമത്തെ കാര്യം, എ പ്ലേസ് ഫോർ മ്യൂച്വൽ സബ്മിഷൻ ആൻഡ് ലവ്. എഫിഷ്യൻസ് ചാപ്റ്റർ 5:22. ഇനി ക്രിയേറ്റ്സ് എ ബോണ്ട് ഓഫ് ട്രസ്റ്റ്. ഈ മനസ്സ് തുറന്ന ഒരാളെ ആശ്രയിക്കാനും ട്രസ്റ്റ് ചെയ്യാനും. ഇതിനകത്തുള്ള എല്ലാ കാര്യം എന്നുള്ളത് ഈ സൗഹൃദങ്ങളില്ലാത്ത ആളുകളുടെ സ്വഭാവവും സൗഹൃദങ്ങളുള്ള ആളുകളുടെ സ്വഭാവവും ഭയങ്കര വ്യത്യാസമുണ്ട്. അതിനേക്കാൾ ഇതാണ് ജീവിതത്തിൽ എല്ലാ നിലയിലും വിശ്വസിക്കാൻ പറ്റുന്ന സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. വേറെ ആരും ഏത് സമയവും നമ്മളെ വിട്ടു പോകും. സ്വന്തം മക്കൾ പോലും, ഞങ്ങൾ പാരൻസിനോട് പറയാറുള്ള ഒരു കാര്യം, സ്വന്തം മക്കൾ പോലും ടാറ്റാ പോണേ ഉക്രൈനിലെന്ന് പറഞ്ഞ് പോകും. പക്ഷേ ഭാര്യയും ഭർത്താവും അവരെപ്പോഴും കൂടെ കാണും. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ദൈവം നൽകാൻ പോകുന്ന ആള് ഇപ്പോഴെവിടെയോ വളർന്നു വരുന്നുണ്ടെന്നുള്ളത് മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. സ്ട്രെങ്തൻ ദ കപ്പിൾസ് ടു ഫുൾഫിൽ ദെയർ പർപ്പസ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്, എങ്ങനെയാണ് റൈറ്റായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറിച്ചിട്ടോളണം, നമുക്ക് സംശയം കൂടെ തീർത്തു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വിവാഹം കഴിക്കാതിരിക്കുന്ന പാപമാണോ? എന്തു പറയുന്നു? എന്തായാലും നിങ്ങൾ ഇതിനോടകം ചർച്ച ചെയ്ത് കാണുമായിരിക്കുമല്ലോ. Is it sin to not get married? Is it sin or not? What do you think? No. Then how can we understand whether I have to get married or not? എനിക്കെങ്ങനെ അറിയാൻ പറ്റും എന്നെ ദൈവം കല്യാണം കഴിക്കാൻ, എന്നെ കുറിച്ച് ദൈവം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ആരോട് ചോദിക്കും? ആരോട്? ദൈവത്തോട്. അതെ, എങ്ങനെ ചോദിക്കും? ദൈവമേ, എനിക്ക് കല്യാണം കഴിക്കുന്ന ആഗ്രഹമുണ്ട്, നിനക്ക് സമ്മതമാണോ? പ്രയറിൽ കൂടെ ചോദിക്കും. അപ്പൊ ദൈവം എങ്ങനെ മനസ്സിലാക്കി തരും? പൊതുവെ ഇപ്പോഴുള്ള ഒരു ഇത് മിക്കവാറും പലരും ഞങ്ങളുടെ അടുത്ത് പറയാറുള്ളത്, നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കണ്ട, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ പലവട്ടം ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും, കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആണോ അല്ലയോ? കാരണം നമ്മുടെ മുമ്പേ ഓടിയ പലരും വീണ് കിടക്കുകയാണ്. നമ്മുടെ മുൻപേ വിവാഹ ജീവൻ കഴിച്ച പലരുടെയും ജീവിതം നമ്മൾ കാണുകയാണ്. മേ ബി യുവർ പാരൻസ് ഓർ സമൺ എൽസ് ഫ്രം യുവർ ചർച്ച്. നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ചർച്ചിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് ഇതൊക്കെ കാണും. ചിലപ്പോൾ കൂട്ടുകാർ വന്ന് പറയും, എൻ്റെ പപ്പയും മമ്മി എപ്പോഴും വഴക്കണം. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇതിനേക്കാൾ ഇപ്പോഴും മനസമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോ സിംഗിൾനെസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വിവാഹം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്ന ഒരുവന് നൽകപ്പെട്ട വരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. സോ മാരേജ് ആൻഡ് സിംഗിൾനെസ്, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ലെറ്റ്സ് ഗോ ടു 1 Corinthians chapter 7. 1 Corinthians chapter 7. Yeah. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. വായിച്ചോ.
ആ ആ ചെയ്യട്ടെ. ആ ആ ആ ആ ആ ആ ആ കേട്ടോ, സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അടുത്തത്, ബട്ട് മതി. എന്നാലും എല്ലാവരും എന്നെ പോലെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. എന്നാലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരുവൻ എന്നെ പോലെ ഇരിക്കുന്നതും ദൈവത്തിന്റെ ആഗ്രഹമാണ്, വരമാണ്. ഒരുവൻ അങ്ങനെ ഇരിക്കുന്നതും, അങ്ങനെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോരുത്തരും സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അപ്പോ എന്നെപ്പോലെ ഇരിക്കുന്നതും ഒരു വരമാണ്, അങ്ങനെ ഇരിക്കുന്നതും, അങ്ങനെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ കണ്ടതുപോലെ ഭാര്യയും ഭർത്താവും ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു വരമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. എനിക്ക് വിവാഹം കഴിക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ? ഹൗ ഡു യു നോ ദാറ്റ്? ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? എനിക്ക് പാട്ട് പാടാനുള്ള ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? പാട്ട് എവിടെ വെച്ച്? സ്റ്റേജിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടി നോക്കുമോ? ഇല്ല. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മൂളിപ്പാട്ട് പാടും. എവിടെയെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ താളങ്ങൾ ശ്രദ്ധിക്കും. സോ ഇഫ് യു ഹാവ് എ ഗിഫ്റ്റ്, ഫസ്റ്റ് ടൈം യു ഷോ ദ ഇൻട്രസ്റ്റ് കാണിക്കും. ഇതിനെക്കുറിച്ച് അറിയാനും പാടാനുള്ള ആഗ്രഹം കാണിക്കും. സോ ത്രൂ ദാറ്റ് യു ഡെവലപ്പ് യുവർ ഗിഫ്റ്റ്. പിന്നെ ഒരു ദിവസം മത്സരത്തിന് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ ഇത് പുറത്ത് കാണിക്കും. അപ്പൊ മറ്റുള്ളവരും പറയും യെസ് യു ഹാവ് എ ഗിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ആ 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ ഇനി ബാക്കി പറഞ്ഞോ, ഉള്ളതൊക്കെ അങ്ങ് പറ. എത്തുമ്പോൾ തന്നെ ഫ്രം ദ ഏജ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ടീനേജ്, പ്രാർത്ഥിക്കും. ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ടു. ഉള്ള സത്യം പറയാതെ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം. ഇനി ബാക്കി പറഞ്ഞോ. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. If you have a gift, you feel the attraction towards the opposite sex. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെയും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെയും കാണുമ്പോൾ ഒരു നാണം കുടുങ്ങികളെ പോലെ അതുവരെ ഭയങ്കര കളിയായിരിക്കും. എന്നിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ്. ഈ പാർട്ടികൾ രണ്ടുപേരും ഭയങ്കര കളിയാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു ടീനേജ് ആകുമ്പോൾ എടാ നീ ആൺപിള്ളേരുടെ കൂടെ പോയി കളിയിടാന്ന് ചേച്ചി പറയും. ഉടനെ മറ്റേ പുള്ളി പറയും ഞാൻ വരുന്നില്ല, നിങ്ങൾ പെൺപിള്ളേർ വേറെയാണ്. അപ്പോ അങ്ങനെ ഒരു നാണം കുടുങ്ങികളായിട്ട് പിന്നെ വിവാഹ ജീവിതം, കൗമാരപ്രായത്തിലെ ഈ സ്നേഹം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള പല ഡിസയേഴ്സ് കൂടും. ദാറ്റ് ഷോസ് ദാറ്റ് യു ഹാവ് എ ഗിഫ്റ്റ്. ഇപ്പൊ ഈ ക്ലാസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഗിഫ്റ്റ് ഉള്ളതുകൊണ്ട്. നല്ലൊരു ക്ലാപ്പ് കൂടും. അതാണ് ഉത്തരം. മറ്റത് ചിന്തിക്കും ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം അങ്കിള് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ആ സമയം കൊണ്ട് വെളിപ്പാട് പുസ്തകം കർത്താവിന്റെ 2ാം വരവ് നോക്കട്ടെ. ഇവിടെ ആരും 2ാം വരവ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇവിടെ പ്രതീക്ഷിക്കുന്ന ഇപ്പൊ അടുത്തിപ്പോ കല്യാണം നടക്കുന്നില്ലേ? ആണോ അല്ലയോ? അതിന്റെ അർത്ഥം ഗിഫ്റ്റ് ഉണ്ടെന്നാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഗിഫ്റ്റ് ഉള്ള ഒരാൾ കല്യാണം കഴിക്കാതിരുന്നാൽ പാപമാണോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? If you are keeping single and you have a gift to get married, that is sin. ഇനി ഗിഫ്റ്റ് ഇല്ലാത്ത ഒരാൾ കല്യാണം കഴിച്ചാലോ പാപമാണോ അല്ലയോ? പാപമാണ്. നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ ഞങ്ങൾ അങ്കിളുമാർക്കൊക്കെ ഞങ്ങൾക്കറിയാം, ചിലർക്ക് ഗിഫ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ അവർ കല്യാണം കഴിച്ചത് കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ,
അങ്ങനെയുള്ള ഒരു നല്ല മിനിസ്റ്റർ ചെയ്യുന്ന, എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന നല്ല ഭക്തനായിട്ടുള്ള ചിലരുണ്ട്. നമുക്കത് വി ഫീൽ ദാറ്റ് അവർക്ക് ഗിഫ്റ്റ് ഇല്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗിഫ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ പാരൻസിന്റെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിച്ചപ്പോൾ കുടുംബജീവിതവും താറുമാറായി, ശുശ്രൂഷ ജീവിതവും താറുമാറായി. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ, അതാണ് ഒന്നാമത്തെ കാര്യം. ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യരുത്. ഞാൻ സിംഗിൾ ആയിട്ടിരിക്കണോ ഇതായിട്ടിരിക്കണോ എന്ന് ചിന്തിക്കരുത്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് ചെയ്യേണ്ടത്? ഗിഫ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഫേസ്ബുക്കിലാണോ അതോ നമ്മുടെ ഇൻസ്റ്റയിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത്? എനിക്ക് ഗിഫ്റ്റ് ഉണ്ട്, ആരാണ് ആപ്ലിക്കേഷൻ അയക്കണം, അങ്ങനെയെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? ഡു വി നീഡ് ടു പുട്ട് ദെൻ? എന്തായാലും ഗിഫ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. വാട്ട് ഈസ് നെക്സ്റ്റ്? You know that you have gift, okay? So what is next? What you will do next? Gift unwrap. Next, നമുക്ക് will like age ആവുമ്പോൾ we should look for marriage. 22. Right time. Then we'll start looking for marriage. Yeah. How you are going to look marriage? Through, I think, through matrimony, I guess. I think, or we should pray, but I don't know. സമയമാകുമ്പോൾ കിട്ടും. ഞാനിങ്ങനെ മിണ്ടായിരിക്കും, സമയമാകുമ്പോൾ കിട്ടും. ഓക്കെ. Yes. So you understood that you have a gift? You confused there? No problem. ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ല എന്നറിഞ്ഞാൽ, എനിക്ക് വിവാഹം കഴിക്കാൻ വരമുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അടുത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. I have a gift. So what to do next? What you will do? പാരൻസിനെ വിളിക്കും. മമ്മി ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന്. What you will do? പാരൻസിനോട് പറയും, മമ്മി പ്രൈസ് ദി ലോർഡ്, വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് ചെയ്യും? You understood that you have gift. What to do? You should? ഇല്ല, മോൾക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി, കല്യാണം കഴിക്കാൻ. ഇനി അടുത്ത മോൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും? വാട്ട് ഈസ് ദ സ്റ്റെപ്പ്? പ്രേ എല്ലാത്തിലും ഉണ്ടല്ലോ, പ്രയർ ഉണ്ട്. ബാക്കി നെക്സ്റ്റ് പ്രാർത്ഥിച്ചു. ആരോട്? പാരൻസിനോട്. മമ്മി കല്യാണം കഴിക്കാൻ ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, എപ്പോഴാണ് പരിപാടി എന്ന് ചോദിക്കോ? ഓക്കെ. ഒന്നാമത്തെ കാര്യം ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ you know your talents, you know your desires, your dreams. ഇത് വച്ച് വേണം പ്രാർത്ഥിക്കാൻ. ദൈവമേ, എന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, എന്റെ ഹൃദയത്തിലെ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നടത്തപ്പെടണമെങ്കിൽ ദൈവമേ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്? അതായിരിക്കണം പറയാറ്. ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ളത്. ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിനൊരു ഹിതമുണ്ട് വിവാഹത്തെക്കുറിച്ച് പോലും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് തക്കതായ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭാവിയിൽ ആരെ കല്യാണം കഴിക്കണമെന്ന് ദൈവത്തിനൊരു ഹിതമുണ്ട്. ഞാൻ പലവട്ടം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷില്ലി എന്നാണ്. അപ്പോൾ ഞാൻ ഷില്ലിയല്ല മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ പല പദ്ധതികളും നടപ്പിലാകുമായിരുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്നുള്ളത്, ഇതാണ് റൈറ്റ് പേഴ്സൺ എന്ന് കല്യാണം കഴിയുമ്പോഴാണ് കൂടുതൽ നമുക്ക് വ്യക്തമാകുന്നത്. അത് ഞാൻ പിന്നാലെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, വിവാഹത്തിന്റെ ഈ ആലോചനകൾ എന്തായാലും നടക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരാലോചന വരുമ്പോൾ പാരൻസ് പറയും, മോളെ സന്തോഷം, നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ, നീ ഇപ്പൊ പറഞ്ഞല്ലോ, നിന്റെ വില്ലിങ്നെസ് പറഞ്ഞല്ലോ, നല്ല കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വില്ലിങ്നെസ് നമ്മുടെ പാരൻസിനെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. പപ്പ മമ്മി എന്നെക്കുറിച്ച് പ്രാർത്ഥിക്കണം. അതിന് ഒരു നാണക്കേടും കാണിക്കരുത്. ഇത് വലിയ നാണക്കേട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞേട്ടോ, ഇന്ന് എന്നെ വിളിച്ച് പറയണം, ധൃതി കാണിക്കരുത്, പ്രാർത്ഥനയോടെ വേണം പറയാൻ. പപ്പ മമ്മി, ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ
മമ്മി കാര്യം അറിഞ്ഞു, 1 വർഷം സമയം തരികയാണ്, ഒന്നുകിൽ നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഞാൻ എന്നൊന്നും പറഞ്ഞു കളയരുത്. ഇത്രയും പറഞ്ഞാൽ മതി. പപ്പ മമ്മി ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി എന്ന് പറയുന്നതിന് ഒരു നാണക്കേടും കാണിക്കരുത്. നമ്മൾ വേറെ എന്തെല്ലാം പാരൻസിനോട് ചോദിക്കാറുണ്ട് അല്ലേ? വി ആസ്ക് ലോട്ട് ഓഫ് തിങ്സ് ടു അവർ പാരൻസ്, ബട്ട് ഫോർ ദിസ് വി ആർ കീപ്പിംഗ് സൈലൻസ്. നമ്മൾ സൈലന്റ് ആയിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും നമ്മുടെ തലയെ കൊണ്ട് വെച്ച് തരും, പിന്നെ നമ്മളത് സഹിക്കേണ്ടി വരും. അത് വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ ഇമ്പോസിംഗ് സമ്മൺ ടു അവർ ഹെഡ്. വി ഹാവ് ടു റെക്കഗ്നൈസ് ദ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഓർ വൈഫ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാർത്ഥനയോടെ സമീപിക്കുക, വിശദമായ അന്വേഷണം നടത്തുക. വിശദമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ പലപ്പോഴും ഏറ്റവും കൂടുതൽ ചതിവ് നടക്കുന്ന ഏത് കാര്യത്തിലെന്നറിയാമോ? വിവാഹത്തിൻ്റെ കാര്യത്തിലാണ്. വിശ്വാസികൾക്കിടയിൽ ചീറ്റിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ വിഷയത്തിലാണ്. അപ്പം നമ്മൾ കൃത്യമായി വിശദമായ അന്വേഷണം നടക്കണം. വിശദമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ, മെൻ്റൽ കണ്ടീഷൻ ആൻഡ് ഇൻ്റലക്ച്വൽ കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനേറ്റവും ഈസി ആയിട്ടുള്ള മാർഗം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. രണ്ടുപേര് കല്യാണം, എയും ബിയും കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ പയ്യന്മാരല്ലേ പെൺകുട്ടിയെ കാണാൻ പോകുന്നത്? അപ്പോൾ പെൺകുട്ടിയാണോ പയ്യനെ കാണാൻ പോകുന്നത്? പയ്യന്മാർ പെൺകുട്ടിയെ കാണാൻ പോകുന്നത്. അപ്പോൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിരിക്കണം. കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ബെസ്റ്റ് മാർഗം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിരിക്കണം. ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന്, ഇപ്പൊ ഉദാഹരണത്തിന് ഇദ്ദേഹമാണ് പോകണമെന്ന് ചിന്തിച്ചോ. ഉദാഹരണമാണ്, എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ, ഇദ്ദേഹമാണ് പെണ്ണ് കാണാൻ പോകുന്നതെന്ന് അങ്ങ് ചിന്തിച്ചോ. അപ്പൊ ഇദ്ദേഹം ഒരു 5 ചോദ്യം നേരത്തെ ചോദിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കും. സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്നറിയാമോ? പേര്, പഠിത്തം, പിന്നെ എന്താ ചോദിച്ചു? എന്താ ചോദിക്കും? ജോലി. ഇതൊന്നും നിങ്ങൾ ചോദിക്കരുത്. പേര് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, പേര് മാറ്റി പറയത്തില്ല. നമ്മൾ ഈ ആവശ്യമില്ലാതെ സമയം കളയരുത്. ചിലപ്പോൾ ആകെ 45 മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ കൂടെ വരുന്ന മൂപ്പന്മാരാരെങ്കിലും പറയും 15 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കരുത്. ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അത്രയും വിവേകത്തോടെ വേണം ഇത് ഷൂട്ട് ചെയ്യാൻ. പേര്, എവിടെ ജനിച്ചു, എന്താണ് ജോലി, ഇതൊന്നും ചോദിക്കരുത്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. പിന്നെ രാവിലെ എന്ത് കഴിച്ചു, രാത്രി ഉറങ്ങിയോ, എന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി, ഇതൊന്നും ചോദിക്കരുത്. വെറുതെ 15 മിനിറ്റ് സമയം കളഞ്ഞ് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കരുത്. മലയാളികളുടെ ഏറ്റവും വലിയ, രാവിലെ പുട്ടായിരുന്നല്ലോ, എൻ്റെ വീട്ടിൽ പഴവും പപ്പടമായിരുന്നു. എടാ, പുട്ടും പഴവും പപ്പടവും ചർച്ച ചെയ്യാനാണ് ഇത്രയും ദൂരെ ഓടി വന്ന് ഇവിടെ സാരി ഉടുത്തിരുന്നതാണോ? അപ്പൊ ഷൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവർ പ്രതീക്ഷിക്കുകയെ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അവിടെയാണ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, കുറഞ്ഞതൊരു 10 ചോദ്യമെങ്കിലും തയ്യാറായിരിക്കണം. പയ്യൻ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ പയ്യന്റെ അച്ഛൻ അവിടുത്തെ അച്ഛനോട് ചോദിക്കണം. യു ഗോട്ട് ഇറ്റ്? ഇതൊരു ടീം വർക്കാണ്. അല്ലെങ്കിൽ, കാരണം നമ്മുടെ ആളുകളെ പോലെ പറ്റിക്കാൻ PhD എടുത്ത ലോകത്തിൽ വേറെ ആരുമില്ല ഈ വിഷയത്തിൽ. നിങ്ങളാരും പറ്റിക്കപ്പെടരുത് എന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആള് നമ്മളെ കളിപ്പിച്ചിട്ട് പോരുത്. കൃത്യമായിട്ട്, അതായത് 10 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ നിങ്ങളുടെ പപ്പ അവിടുത്തെ പപ്പയോട് ചോദിക്കണം, നിങ്ങളുടെ മമ്മി ഇവിടുത്തെ മമ്മി അവിടുത്തെ മമ്മിയോട് ചോദിക്കണം. നമ്മൾ അതേ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നു. നമ്മുടെ കൂടെ വരുന്ന ചേട്ടനോ അനിയത്തിയോ അവിടുത്തെ ചേട്ടനോ അനിയത്തിയോട് ചോദിക്കുന്നു. ഇത് പ്ലാൻ ചെയ്ത് തന്നെ ചോദിക്കണം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ഒരേ ചോദ്യങ്ങളാകരുത്. ഒരു ഉദാഹരണം, 1-2 ഉദാഹരണങ്ങൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയേണ്ടത് ഈ പയ്യൻ ഭയങ്കര ചൂടനാണോ, ഇമോഷണൽ കൺട്രോൾ ഉള്ള ആളാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ അച്ഛൻ അവിടുത്തെ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ പയ്യൻ ദേഷ്യപ്പെടുമ്പോൾ ഉടനെ മറ്റാൾ പറയും അവൻ ദേഷ്യപ്പെടുമ്പോൾ ഒന്നും ചെയ്യത്തില്ല, മിണ്ടാതിരിക്കും, പാവമാണ്. അതാണ് ഈ അച്ഛൻ ആ അച്ഛനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം. ഈ പയ്യൻ ഈ പെൺകുട്ടി പയ്യനോട് ചോദിക്കുകയാണ്, ചേട്ടൻ ദേഷ്യപ്പെടുന്ന സ്വഭാവം. അപ്പോൾ ഈ പയ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവർ ആത്മാർത്ഥമായിട്ട് ഉള്ളത് അങ്ങ് പറയും ചില കേസുകളിൽ. അങ്ങനെ ദേഷ്യപ്പെടുത്തുന്നില്ല, പിന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ ഇയാൾ പറഞ്ഞ ഉത്തരം എന്താണ്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. മറ്റാൾ പറഞ്ഞെന്താണ്? അച്ഛൻ പറഞ്ഞെന്താണ്? പാവം, മിണ്ടാതിരിക്കും. അമ്മയുടെ ചോദിച്ചാൽ അമ്മ പറയും അയ്യോ അവൻ ദേഷ്യപ്പെടത്തേ ഇല്ലെന്നായിരിക്കും പറയുന്നത്. അപ്പൊ 3 പേരിലും ആര് പറഞ്ഞാണ് സത്യം എന്ന് അറിയത്തില്ല. ഒരേ ചോദ്യം വ്യത്യസ്ത രീതി ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ
അപ്പോൾ ഒരാൾ പറയും ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, അച്ഛൻ പറയും ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, മറ്റാൾ പറയും അയ്യോ അവനായിരുന്നു കോളേജിലെ ഫസ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാവൂ പപ്പയ്ക്ക്. അവിടുത്തെ മമ്മി പറയും അവനായിരുന്നു കോളേജിൽ 1ാം റാങ്ക്, അതിന്റെ മെഡലാണ് ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്, രണ്ടാമതിരിക്കുന്നത് എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും മെഡൽ ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്നറിയാൻ ഒരേ ചോദ്യം പല മെത്തേഡിലായിരിക്കും ചോദിക്കുന്നത്. അവിടെ വെച്ച് നിങ്ങൾ ഒന്നും തിരിച്ചു ചോദിക്കരുത്. കേട്ട ചോദ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ടേബിൾ ടോക്ക് എന്ന് പറയും, വീട്ടിലിരുന്ന് വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യണം. പപ്പ ചോദിച്ചപ്പോൾ മമ്മി ചോദിച്ചപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇതിനകത്ത് എത്ര കള്ളങ്ങളുണ്ട് സത്യങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെയാണ് ഈ കല്യാണം നടന്നത് എന്നല്ലേ. നമ്മൾ പറ്റിക്കപ്പെടരുത്, ഈ വിഷയത്തിൽ പറ്റിക്കപ്പെടരുത്. വേറെ ഒരു മൊബൈൽ നമ്മൾ വാങ്ങിച്ചു, പറ്റിക്കപ്പെട്ടു, ഒരു കുഴപ്പമില്ല, മൊബൈൽ കൊടുത്ത് വേറൊരു മൊബൈൽ വാങ്ങാം അല്ലേ. ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കണം. ആഗ്രഹങ്ങൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ്, എല്ലാം വിശദമായിട്ട് സംസാരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഒരു മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായ നഴ്സിംഗ് പാസ്സായ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇനി ഡിവോഴ്സ് ചെയ്യാൻ പോകുകയാണ്, കാരണം ഭർത്താവ് എന്നെ ജോലിക്ക് വിടുന്നില്ല. അതെന്താ കാരണം? ഭർത്താവ് പറഞ്ഞു അയ്യോ ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെയല്ല, മദ്യപാനികളും കുടിയന്മാരും അവരുടെ കാലൊക്കെ പിടിച്ച് പൊക്കി വെച്ച് അവരുടെ കാലൊക്കെ വൃത്തിയാക്കണം, പിന്നെ അവർക്ക് സൂചി വെച്ച് കൊടുക്കണം, ഇതൊക്കെ വൃത്തികെട്ട ജോലിയാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവ് പറഞ്ഞത്. ഇതെവിടെ ശരിയാക്കാമായിരുന്നു? സംസാരിക്കുമ്പോൾ പറയണമായിരുന്നു ഒരു നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ബ്രദറെ എന്ന് തന്നെ അവർ വിളിച്ചത്, ചേട്ടാനെന്ന് വിളിക്കണ്ട, ബ്രദറെ ഇതൊക്കെയാണ് ജോലി, ബ്രദറിന് ഇഷ്ടമുണ്ടോ എന്ന് ഒരു മടിയും കാണിക്കരുത്. രാത്രികളിൽ ജോലി കാണും, രാത്രി ജോലി കാണും, ഇന്നിന്ന ജോലികൾ ചെയ്യേണ്ടി വരും, വിശദമായിട്ട് ചോദിക്കാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് 5 പൈസ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് ഈ പെൺകുട്ടി വളർന്നു വന്നത്. കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഇവൾ +2 പഠിച്ചത്. സ്വന്തം പൈസ കൊണ്ട് +2 പഠിച്ചെടുത്തു. എന്നിട്ട് അവസാനം വീട്ടിൽ ട്യൂഷൻ എടുത്തിട്ടാണ് ഇവള് ഇത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. നല്ലവണ്ണം പഠിച്ചു. അങ്ങനെ ആ കോളേജിൽ 1ാം റാങ്കോട് കൂടെ പാസ്സായി ഈ പെൺകുട്ടിയോട് ഈ ഭർത്താവ് പറയാണ്, നീ ജോലി കളഞ്ഞിട്ട് എൻ്റെ കൂടെ വാ. ഞാൻ ഈ മോളോട് ചോദിച്ചു, മോൾക്ക് ജോലിയാണോ ഭർത്താവാണോ പ്രധാനം? ഈ മോൾ പറഞ്ഞു എനിക്ക് ജോലിയാണ് പ്രധാനം. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ജോലിയല്ല പ്രധാനം, ആരാണ്? ഭർത്താവാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇല്ലായ്മയിൽ നിന്ന് സ്വന്തമായിട്ട് പടവെട്ടി ഒരു നേടിയെടുത്ത ഒരു വലിയ അച്ചീവ്മെന്റിനെ ഈ ഭർത്താവിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഭർത്താവ് പറയാണ് ഒഴിവാക്കാൻ. ഭർത്താവിനെ കൗൺസിൽ ചെയ്ത് ഭർത്താവ് പറയണം, ആരോ പറഞ്ഞു നേഴ്സുമാരെല്ലാം കുഴപ്പം പിടിച്ച സ്ത്രീകളാണ്, അതുകൊണ്ടാണെന്ന്. എടാ അത് കല്യാണത്തിന്റെ പ്രപ്പോസൽ വന്നപ്പോൾ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അപ്പോ ചെയ്യുന്ന ജോലിയെ വിശദീകരിച്ച് പറയണം. കാര്യങ്ങളെല്ലാം ഈ സുവിശേഷന്മാരാണെങ്കിൽ സാധാരണ പ്രപ്പോസൽ വരുമ്പോൾ മിക്കവാറും പറയാറുള്ള ഒരു കാര്യമാണ്, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, വഴി കടവരാന്തേ കിടക്കേണ്ടി വരും, ഇഷ്ടമാണോ? അപ്പോൾ കാരണം മാക്സിമം ഏറ്റവും 0 ലെവൽ ഉൾപ്പെടെ പറയണം, നേരെ തിരിച്ച് പറയരുത്. നല്ല ജോലിയാണോ നല്ല ശമ്പളമാണെന്ന് പറയുന്നത് ഏറ്റവും 0 ലെവലും പറയുന്നതിന് ഒരു കുഴപ്പമില്ല. സാധ്യതയുണ്ട്, ജോലി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ വിശദമായി സംസാരിക്കണം. അവിടെ ഈ പറഞ്ഞതുപോലെ രാവിലെ എന്ത് കഴിച്ചു, രാത്രി അവിടെ ഉറങ്ങിയോ, നിങ്ങളുടെ അവിടെ കൊതുകുണ്ടോ, ഇതൊന്നും ചോദിക്കരുത്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഭാവി ഇതിനെക്കുറിച്ച് വേണം വിശദമായിട്ട് സംസാരിക്കാം. ഇവിടെ തന്നെ നമുക്ക് ദൈവഹിതപ്രകാരം ഒരാളെ എങ്ങനെ കണ്ടെത്താം, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെയുള്ള ആളുകൾ എന്ത് ചെയ്യും? പിൻവലിയും. നമുക്കൊരു IAS ഓഫീസർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ വന്നപ്പോൾ IAS ഓഫീസർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ധാരാളം സഹോദരിമാർ പോകും ആ കാലഘട്ടത്തിൽ, കാരണം IAS ഓഫീസറിന്റെ ഭാര്യ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്കിൾ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്? അങ്കിൾ പറഞ്ഞു, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ആ ഒരൊറ്റ ചോദ്യത്തിൽ മിക്കവാറും എല്ലാവരും ഔട്ടായിപ്പോയി. അങ്കിൾ പറഞ്ഞു, ഞാനിപ്പോൾ കളക്ടറാണ്, ദൈവം എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചാൽ നെക്സ്റ്റ് ഡേയിൽ സുവിശേഷകനായി മാറും, ഞാൻ പോണേ. അങ്ങനെ ഒരു 90% ആളുകളും പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പ്രൊഫഷൻ ഇപ്പോൾ നല്ല കളർഫുൾ പ്രൊഫഷൻ തന്നെയാണ്, നല്ല കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ പറയേണ്ടി വരും, കാരണം നിങ്ങളുടെ ജോലി കണ്ടാണ് നിങ്ങളുടെ ബാക്കിൽ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വിസയെ കല്യാണം കഴിക്കുന്നവരുണ്ട്, ശമ്പളത്തെ കല്യാണം കഴിക്കുന്നവരുണ്ട്, നിങ്ങളെ കല്യാണം കഴിക്കുന്നവരായിരിക്കണമെന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും തടസ്സം ന്യായമായിട്ട് വന്നാൽ വീണ്ടും കാത്തിരിക്കണം. പ്രപ്പോസൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ തടസ്സങ്ങൾ വരും. തടസ്സങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഫാമിലി ഇഷ്യൂ ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു തൃപ്തിയില്ലായ്മ തോന്നി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, തോന്നിയിട്ട് എന്ത് ചെയ്തു? തോന്നിയിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അതാ കുഴപ്പം.
ചിലപ്പോൾ തോന്നിക്കും ദൈവം. അടുത്തത്, സംസാരിച്ച വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. പൂർണ്ണ സമാധാനം ലഭിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാനും എൻ്റെ വൈഫ് ഷില്ലിയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം 6 മാസം വെയിറ്റ് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മിക്കവാറും പ്രാർത്ഥിച്ച ഒരു കാര്യം, ദൈവമേ അങ്ങയുടെ ഹിതം അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും തടസ്സപ്പെടണേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ നേരെ തിരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഇത് നടക്കുന്നവരെ ഒരുത്തനും തടസ്സപ്പെടുത്തരുത് എന്നാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. ദൈവഹിതമാണെങ്കിലും നടക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തടസ്സപ്പെടുത്തണമെന്ന് നാളെ മുതൽ പ്രാർത്ഥിച്ചു കളയരുത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുതിർന്നവരുടെ നിർദ്ദേശം ആരായുക, ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഒന്ന് എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണ സമാധാനത്തോടെ യെസ് പറയാവും. അപ്പോൾ ഇവിടെ പാരൻസ് നമ്മുടെ തലയെ കൊണ്ട് വയ്ക്കുന്നതിനല്ല നമ്മൾ സ്വീകരിക്കുന്നത്, പിന്നെ നമുക്കിഷ്ടമുള്ളതിനല്ല, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ സാധാരണ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ഒരാളെ നല്ലവണ്ണം ദീർഘനാൾ അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്? ഒരു പയ്യനും പെൺകുട്ടിയും മാസങ്ങളോളം പരിചയപ്പെട്ട് മാസങ്ങളോളം സംസാരിച്ച് കല്യാണം കഴിക്കുന്നത്, ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വിദേശ രാജ്യങ്ങൾ അത് കൂടുതലുണ്ടല്ലോ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഉത്തരം ഇതാണ്, ഡേറ്റിംഗ് ഉള്ള രാജ്യങ്ങളുടെ എല്ലാം ഡിവോഴ്സ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. നമ്പർ 1. നമ്പർ 2, ഒരു പയ്യനും പെൺകുട്ടിയും നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, നമുക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പെൺകുട്ടിയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുന്നു. ആണുങ്ങൾ പറയാം, സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ ആ പെൺകുട്ടിയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കും തോറും നമ്മുടെ ഒറിജിനൽ സ്വഭാവമാണോ കാണിക്കുന്നത്, അതോ ആ പെൺകുട്ടിയെ നേടാനായിട്ട് നമ്മൾ ഫേക്ക് ആവുമോ? ഒരു പുരുഷൻ അയാളുടെ ഒറിജിനൽ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? ഒരു സ്ത്രീ ഒരു ഒറിജിനൽ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അങ്കിൾക്ക് ആൻറ്റിയെക്കുറിച്ച് എത്ര ശതമാനം അറിയാം? ഞാൻ പറയും, ഞാനിപ്പോൾ നഴ്സറി പരിവായതേ ഉള്ളെന്ന്. പുള്ളിക്കാരി സൈക്കോ തെറാപ്പിസ്റ്റാണ്, ഞാൻ സൈക്കോളജിയും സൈക്കോ തെറാപ്പിസ്റ്റും എല്ലാം പഠിച്ച ആളാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച് നഴ്സറി പരിവേ അറിയാവൂ. ഇവിടെ താങ്കളുടെ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളിപ്പോൾ LKG UKG ഒക്കെ കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ കയറിയതേ ഉള്ളെന്നേ പറയത്തുള്ളൂ. കാരണം കുടുംബജീവിതം എന്നുള്ളത് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കലവറയാണ്. നമ്മൾ ചിന്തിക്കും 2 വർഷമായിട്ട് എനിക്ക് നല്ലവണ്ണം അറിയാമെന്ന്, ഒരു ചുക്കും അറിഞ്ഞുകൂടാ. ഒറ്റ ചോദ്യം, മോളെക്കുറിച്ച് മോളുടെ പാരൻസിനെല്ലാം അറിയാമോ? സത്യസന്ധമായിട്ട് പറയണം. മോളിനെ അറിയാമോ? നമ്മളെ പ്രസവിച്ച നമ്മുടെ പാരൻസിന് നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാമോ ഇല്ലയോ? അറിയത്തില്ല. പിന്നെ എങ്ങനെ നമുക്ക് വേറൊരാളെ അറിയാൻ പറ്റും? മോനെക്കുറിച്ച് മോൻ്റെ പപ്പയ്ക്കും മമ്മിക്ക് നല്ലവണ്ണം അറിയാമോ? ഇല്ല. നമ്മളെക്കുറിച്ച് നമ്മളെ ജനിപ്പിച്ചവർ പോലും നല്ലവണ്ണം അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് 2 3 വർഷം ഒരാളെ പരിചയപ്പെട്ടിട്ട് ഇയാളെ നല്ലവണ്ണം അറിയാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നത്? പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതായത് ഒരാളെ അറിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ അറിവിന് പരിധികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തു ചാടി സമ്മതം പറയരുത്, മറ്റുള്ളവരുടെ നിർബന്ധത്താൽ സമ്മതം പറയരുത്. ചിലരിങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യും. മിക്കവാറും വീടുകളിൽ അപ്പച്ചനമ്മച്ചിമാരായിരിക്കും, ഞാൻ താണ്ട മരിക്കാറായിരിക്കുകയാണ്, അവസാനത്തെ ശ്വാസം വലിക്കാൻ പോകുന്നു, എടി നീയെങ്കിലും കല്യാണം കഴിച്ച് നിന്റെ കല്യാണം കൂടെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട പെൺപിള്ളേർ കല്യാണവും കഴിക്കും. എന്നിട്ട് ഇദ്ദേഹം പയറുപോലെ ഇരിക്കുന്ന കാണാം. ഈ മോക്കാണെങ്കിൽ 2 മക്കളുമായി, പുള്ളി പോകുന്നുമില്ല, ഇവരിവിടെ അടുത്ത കല്യാണത്തിനുള്ള തയ്യാറെടുപ്പായി. സത്യം അല്ലേ? ഓക്കെ. പിന്നെ മാനുഷികമായ മാനദണ്ഡങ്ങൾ പരിഗണനയ്ക്ക് വയ്ക്കരുത് ഒരിക്കലും. പൊക്കവും നീളവും വണ്ണവും ഉയരവും ഇതൊന്നും മാനദണ്ഡമായിട്ട് വയ്ക്കരുത്. പക്ഷെ എന്നാൽ കരിയറിൽ ഇപ്പോൾ ഒരാൾ ഡോക്ടറാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേഴ്സിംഗ് ഫീൽഡിലുള്ള വൈഫ് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ആ കരിയർ മാച്ച് ചെയ്ത് ഒരുമിച്ച് പോയി ഒരുമിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ആ സെൻസിൽ അത് കുഴപ്പമില്ല. ശമ്പളം നോക്കി കല്യാണം കഴിക്കരുത്, പറഞ്ഞേട്ടോ. ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത പാർട്ടി ഈ ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ്. നല്ലത്. ദീർഘനാള് മരുന്ന് കഴിക്കുന്ന കാര്യം മറച്ചു വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആരും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ ചിലർ ചിന്തിക്കുന്ന, ഈ മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ പലരും ചിന്തിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതങ്ങ് മാറുമായിരിക്കും. കല്യാണം കഴിഞ്ഞ് മാറിയ ഒരൊറ്റ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഈ മാനസിക വൈരുദ്ധ്യങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കല്യാണം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? കൂടാനാണ് സാധ്യത. കാരണം ഇയാൾക്ക് ഇയാളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനിടയ്ക്കാണ് വേറൊരാൾ കൂടെ വരുന്നത്.
അപ്പോൾ പ്രശ്നം വഷളാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ മുതിർന്നവരെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയണം, അവരുടെ തെറ്റിദ്ധാരണയാണ് കല്യാണം കഴിക്കുമ്പോൾ അതെല്ലാം മാറും. മാറത്തില്ല. അതിനേക്കാളും നല്ലത് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച പല കേസുകളും എനിക്കറിയാം, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഈ നമ്മൾ ഒരാൾ ചതിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അയാളോട് എത്ര തന്നെ സ്വന്തം ഭർത്താവായിരുന്നാലും കല്യാണ പ്രപ്പോസൽ ഒന്ന് പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതാണെന്ന്. പിന്നെ മറ്റേ പെട്ടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് 10ാം ക്ലാസ്സിൽ 4 വർഷം തോറ്റാണെന്ന്. കല്യാണം കഴിഞ്ഞും പോയി. നമ്മൾ ജീവിതത്തിൽ അത് മറക്കുമോ? ശരിയല്ലേ? നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ തിടുക്കം കാണിക്കുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നാളെ വന്നിട്ട് മറ്റന്നാൾ അമേരിക്കയിലോട്ട് പോകും, ഒറ്റ ദിവസമേ ഉള്ളൂ, ഉടനെ നീ തീരുമാനം പറയണമെന്ന് വിചാരിച്ചോളാം. ഇതിനകത്ത് എന്തോ കൊടുക്കുണ്ട്, ഒരു സംശയമില്ല. തിടുക്കം കാണിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും യെസ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്ന, റൺവേയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഒരു ഫ്ലൈറ്റ് എപ്പോഴാണ് ഇറങ്ങാനായിട്ട് കൃത്യമായി എന്ന് മനസ്സിലാകുന്ന എപ്പോഴാണ്? അതായത് റൺവേയിലെ എല്ലാ ലൈറ്റും ഈ രീതിയിൽ വരുന്ന രീതിയിൽ ഫ്ലൈറ്റ് തിരിയുമ്പോൾ. നിങ്ങൾ പ്രപ്പോസൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, അപ്പോൾ ലൈറ്റ് തെളിഞ്ഞു. മുതിർന്നവരോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, അവരും പറയണ കേട്ടിടത്തോളം ഈ പ്രപ്പോസൽ കൊള്ളാം, ലൈറ്റ് വീണ്ടും തെളിയുന്നു. നിങ്ങൾ അന്വേഷിച്ചതിൽ നിന്നെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരിതാണ് മനസ്സിൽ വരുന്നത്, ലൈറ്റ് വീണ്ടും തെളിയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ സമാധാനം വരുന്നു, ലൈറ്റ് തെളിയുന്നു. എല്ലാം ഓക്കെ ആയി എന്നുള്ള ഒരു ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമില്ലേ? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമില്ലേ? നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്, ഒരു തെറ്റുമില്ല. പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ബൈബിൾ അനുഭവത്തിൽ നിന്ന്, ബൈബിൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ആദമിനെ പിടിച്ച് ദൈവം കിടത്തി, വാരിയല്ലൂരി. ആദമിൻ്റെ വ്യക്തിത്വത്തെ ദൈവം മാനിച്ചോ ഇല്ലയോ? ഇവന്റെ വാരിയല്ലൂരുന്നതിന് മുമ്പ് ദൈവം ന്യായമായിട്ട് ചോദിക്കണോ വേണ്ടയോ? ആദമിന്റെ പ്രൈവസിയിൽ കയറി ദൈവം അനാവശ്യമായിട്ട് ഇടപെട്ടതല്ലേ? ഇസ് ദാറ്റ് ഗോഡ് വിത്തൗട്ട് ഹിസ് പെർമിഷൻ? അത് മലയാളി ആദമായിരുന്നെങ്കിൽ എന്തെല്ലാം ചോദിച്ചാണ്? എന്താണ് പരിപാടി? നിന്നെ കടത്താൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ എനിക്കിപ്പം ചോദിക്കത്തില്ലേ? വാരിയിൽ ഊരുമ്പോൾ ഉടനെ അടുത്ത് ചോദിക്കും, എന്തിന് വാരിയിൽ ഊരുന്നു? നിനക്കൊരു അതിനെന്നെ ഉറക്കി കടത്തിയെന്ന് നിന്നെ ചോദിക്കത്തില്ലേ? അങ്ങ് എനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആളെ ഞാൻ കാണണോ വേണ്ടയോ? ചോദിക്കത്തില്ലേ? പക്ഷെ ദൈവം അതൊന്നും ഇത് ചെയ്തിട്ടില്ല. ആദം അത് ചോദിച്ചതുപോലുമില്ല. കാരണം ആദമിനറിയാം എൻ്റെ ദൈവം എന്നെ പറ്റിക്കത്തില്ല എന്ന്. നമ്മുടെ കണ്ണുകൾ നമ്മളെ പറ്റിക്കും, നമ്മുടെ ബ്രെയിനിന് പോലും നമ്മളെ പറ്റിക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ബ്രെയിനൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ്. നമ്മുടെ ബ്രെയിൻ ഈസി ആയിട്ട് നമ്മളെ പറ്റിക്കാം. സത്യം. എല്ലാവരും കണ്ണടച്ചോ. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പച്ച നാരങ്ങ ഞാൻ തരികയാണ്. കൈ മാത്രം നീട്ടിക്കോ. എല്ലാവരും കൈ നീട്ടിക്കോ. എല്ലാവരും കൈ നീട്ടിക്കോ. കണ്ണടച്ച് വേണം കൈ നീട്ടാൻ. ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻ മാത്രം ശ്രദ്ധിച്ചോണം. കണ്ണടച്ച് കൈ നീട്ടി നല്ലവണ്ണം കൈ നീട്ടിക്കോ. ഞാൻ എന്താ തരുന്നു? പച്ച നാരങ്ങ നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ വച്ച് തന്നു. പതുക്കെ കൈ അടുത്തോട്ട് വലിച്ചെടുത്തു. കണ്ണ് തുറക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ആ നാരങ്ങയുടെ സ്മെല്ല് ചെറുതായിട്ട് കിട്ടാനായിട്ട് നിങ്ങളുടെ മൂക്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നോ. വച്ചോളണം. അടുത്ത് ചെയ്യേണ്ടത്, ഞാനൊരു കത്തി തരികയാണ്, ഒരു നൈഫ് തരികയാണ്. നിങ്ങൾ ആ നാരങ്ങയെ രണ്ടായിട്ട് മുറിക്കുന്നു. രണ്ടായിട്ട് മുറിക്കുമ്പോൾ അതിലെ ആ നീര് അല്ലെങ്കിൽ ആ നാരങ്ങയുടെ 1-2 ഡ്രോപ്സ്, നാരങ്ങയുടെ തുള്ളികൾ, അത് നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നു. അത് നിങ്ങളുടെ നാക്കിലോട്ട് പതുക്കെ വച്ചോ. നാക്കിലോട്ട് പതുക്കെ വെച്ചോ. ഇനി പതുക്കെ കണ്ണ് തുറന്നോ. ആർക്കൊക്കെയാണ് നാക്കിൽ പുളിപ്പ് വന്നത്? പുളിപ്പെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രസം പോലെ തോന്നി, പുളിപ്പ് വന്നത്. സ്മെല്ലടിച്ചോ ആർക്കെങ്കിലും? കൈ വയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. സ്മെല്ലടിച്ചു. നാരങ്ങയുടെ സ്മെല്ല്, നാരങ്ങയുടെ പുളിപ്പ് വന്ന നാക്കിൽ വെള്ളം വന്ന ആർക്കൊക്കെയാണ്? വെള്ളം വന്നോ? ഓക്കെ. ഇതാണ് നിങ്ങളുടെ ബ്രെയിനിനെ ഞാനിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തത്. ഞാനിവിടെ ഒരു നാരങ്ങയും തന്നോ? പക്ഷെ നിങ്ങളുടെ ബ്രെയിനിനെ കളിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ
ഈ ഞാൻ തരുന്ന വോയിസ് പ്രോംപ്റ്റ് വെച്ച് നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതുകൊണ്ടാണ് രുചിമുകുളങ്ങൾ ആക്റ്റീവായത്. അതുകൊണ്ടാണ് ഡോപ്പമിൻ, സെറട്ടോൺ, നോറപ്പിനെഫ്രിൻ, അൽഡ്രിനാൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഇതിൽ നാരങ്ങയെന്ന് ചിന്തിച്ചപ്പോൾ നാരങ്ങ പതുക്കെ ബ്രെയിനിൽ പോയി ഡീകോഡ് ചെയ്ത് കൃത്യമായിട്ട് നാരങ്ങ ഉണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല്, ഇവിടെ ഒരു സ്മെല്ലും ഇല്ല, പക്ഷെ കൃത്യം നിങ്ങളുടെ ബ്രെയിനിൽ സ്മെല്ല് ആക്റ്റീവായി, നിങ്ങളുടെ നാവില് വെള്ളം ആക്റ്റീവായി. വൈ? നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളെ ചതിക്കാൻ സാധിക്കും. അപ്പൊ കാഴ്ചയിൽ ഒരാളെ കണ്ടിട്ട് ഇയാൾ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളെ ചതിക്കാൻ സാധിക്കും, ഒരു സംശയമില്ല. യാക്കോബിന്റെ കാര്യം പലരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. യാക്കോബ് പല നാൾ കണ്ടതിന് ശേഷമല്ലേ യെസ് പറഞ്ഞത്. ഇനി അങ്ങനെയാണെങ്കിൽ ഉത്തരം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ദാവീദ് ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ബത്ശേബയായിട്ട്. അതെന്തിനാ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ ചെയ്യാനാണോ ചെയ്യാതിരിക്കാനാണോ? ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ ബൈബിളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ബൈബിൾ ന്യായവുമായതുകൊണ്ടും സത്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സത്യമായ ഈ വേദപുസ്തകത്തിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈബിളിലെ ചില ആളുകളുടെ തെറ്റുകൾ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് നമ്മൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യോത്തരത്തിനുള്ള സമയം ഞാൻ തരികയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് ചിന്തിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഭാവിയിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയാകട്ടെ. ഞാൻ മൈക്ക് കൈമാറും. താങ്ക് യു. Session, guys, how was the session? Super good. The thumbs up മാത്രം കാണുന്നുള്ളൂ ഞാൻ. Some words. Okay, nice. Okay. So I hope this session was indeed a blessing for all of you guys, and I'm sure it was indeed a fire sparking, meeting for each and every one of us. Both the sessions was taken wonderfully by dear uncle, and as mentioned, uncle he's having another program as well to go back, and he has to go there very soon, today itself. So sparing his precious time, he came today, and we were able to have a wonderful session with dear uncle. So thank you so much, uncle, for coming here. A wonderful round of applause. So നമുക്കിനി മൂന്നാം സെഷനിലോട്ട് പോവാം. ഇല്ല, ഓക്കെ, എല്ലാവർക്കും മതിയായെന്ന് തോന്നുന്നു. So we have wonderful food prepared also below. So before we have our food, I would also like to thank everyone for coming today. And as we told, നിങ്ങൾക്ക് you guys could have stayed and slept in your homes, right? പക്ഷെ നിങ്ങൾ ഇന്ന് വന്നു. ഇപ്പോഴായിരുന്നായിരിക്കും മേ ബി നമ്മൾ എണ്ണിച്ചേനെ അല്ലേ വീട്ടിലായിരുന്നതിന്. But I hope it was a very insightful session for all of us to make certain decisions, and also made us spark today so that we can make some important decisions in our Christian life. So now we'll have a word of prayer. We'll be closing our meeting and then requesting everyone to go down, and we'll be having our food. So now I request dear JTB to come forward, and we'll have a word of prayer. Oh Lord, Father, Lord, we thank you, Lord, for this wonderful time. You've given each one of us, Lord, to come before your presence in this manner. Thank you, Lord, for this day. Thank you, Lord, for this time that you've given us, Lord, that all of us could gather before your presence in this day, oh Lord. Lord, we thank you, Lord, for helping each one of us to come before your presence in this manner, oh Lord. Especially, oh Lord, we thank you, Lord, for dear Uncle Bensik Miranda, oh Lord. Thank you, Lord, for helping him to reach here on time, Lord. Thank you, Lord, for helping him to share from your word, Lord. Especially as we had heard, Lord, our spiritual gifts, Lord, the church that we are coming to, oh Lord, our purpose for coming to the church, Lord. Help us, Lord, to understand it. Help us, Lord, to use our gifts for your glory, oh Lord, and help us, Lord, in the coming days to understand, to realize, and to live our lives with that same importance in mind, Lord. Be with each one of us in our spiritual lives, Lord, and also, Lord, we had heard, Lord, from the topic of marriage as well, Lord. As we are moving forward with our lives, Lord, it is an important decision that we have to take, Lord. We pray, Lord, that you might be with each one of us, Lord, and the important decisions that we take. We pray, Lord, that we might not rely on ourselves, but we might rely on your will, Lord. Be with each one of us and help us. We thank you, Lord, for each one who has gathered here, Lord. We thank you, Lord, for the ways that you're leading and guiding and blessing us, Lord. We pray, Lord, that in the days that are coming, Lord, that we might give you glory, and that the people who might see us
from afar they might know your name through our lives, Lord. Once again, we thank you, Lord, for dear uncle, Lord, as we pray for his ministries as well, Lord, wherever he is. And we pray, Lord, that you might guide him and bless him in his ministries, Lord. Lord, we thank you, Lord, for this time you have given us. We thank you, Lord, also for the food that you have prepared for us. Help us, Lord, to eat of it and to depart also, Lord. As we are departing, we seek your grace, Lord, until we meet again. We ask all these things in the name of our Lord and Savior Jesus Christ. Amen.